അപ്പോൾ നമ്മുടെ എൻ ടി പി സി റെയിൽവേയുടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ അതിൻ്റെ എക്സാം നടക്കുന്നതിന് മുമ്പായിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തതും ഓൾസോ അതിൻ്റെ എക്സാമിനേഷൻ റിസൾട്ട് വന്നതും എക്സാമിനേഷൻ നടന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സീരിയൽ നമ്പർ 06/2024 നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് +2 ഉള്ളവരുടേതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഡേറ്റ് സീരിയൽ നമ്പർ 06/2024 ആണ്. 25ൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപേക്ഷ ഏകദേശം കഴിഞ്ഞു അതിൻ്റെ. അതുപോലെ തന്നെ 24-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. ഡിസംബർ 4 വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. +2 ലെവലിൻ്റെ, ഡിഗ്രി ലെവലിൻ്റെയാണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് മാറിപ്പോയതാണ്. ഡിഗ്രി ലെവലിൻ്റെ കഴിഞ്ഞു, +2 ലെവലിൻ്റെ സ്റ്റിൽ ഗോയിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സോ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പറിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. ഡിഗ്രി ലെവലിൻ്റെ ഉണ്ട് കേട്ടോ. NTPC 2025 ഡിഗ്രി, അതുപോലെ തന്നെ +2 ലെവലിൻ്റെ PDF മെറ്റീരിയൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഇതിന് മുമ്പ് പഠിച്ചിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒപ്പീനിയനും തീർച്ചയായിട്ടും ആ PDFനെ പറ്റി പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് CBT 2 ആണ്. അത് നടക്കാനായിട്ട് പോകുന്ന ഡേറ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 20/12/2025 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. 20/12/2025 സ്റ്റേജ് 2, നമ്മുടെ CBTൻ്റെ സ്റ്റേജ് 2 ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് നടക്കുന്നത്. ഒരു വർഷത്തിൽ കൂടുതലായും നമുക്ക് പറയാം. അപ്പോൾ അത്രയും ഡ്യൂറേഷനാണ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പോട്ടേക്ക് റെയിൽവേ ഇത് ഈ ഒരു രീതിയിൽ വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻസ് നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നടത്തുന്നുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.